എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഈ ഓണപരീക്ഷയ്ക്ക് രണ്ടാമത്തെ ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കേണ്ട നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. ഇപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മുൻഭാഗത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടതിന് ശേഷം സെക്കൻഡ് ചാപ്റ്റർ എല്ലാവരും കാണുക. വീഡിയോയിലോട്ട് പോകാം. ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ വിച്ച് എംഫസൈസ് ഓൺ 1 ഹെഡ് ആൻഡ് 1 പ്ലാൻ. ഒരു ഹെഡും ഒരു പ്ലാനും, അത് ഏത് പ്രിൻസിപ്പിളാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ ഞാൻ നൽകാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് ആദ്യം പറഞ്ഞു നോക്കുക. അതിനുശേഷം ഞാൻ ആൻസർ പറയാം. 4 ഓപ്ഷൻ. ഓപ്ഷൻ എ ഓർഡർ, ഇക്വിറ്റി, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഈ 4 എണ്ണത്തിൽ ഏതാണ് 1 ഹെഡ് ആൻഡ് 1 പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ കിട്ടിയ എല്ലാവർക്കും ഓപ്ഷൻ ഡി ആണ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് എൻഷ്യൂർസ് ടൈംലി ആൻഡ് ആക്യുറേറ്റ് കംപ്ലീഷൻ ഓഫ് എ ജോബ്. ഇതിനും 4 ഓപ്ഷൻ നൽകാം. സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റൂട്ട് ക്ലർക്ക്, ടൈം ബോസ്. ഏതാണ് ആക്യുറേറ്റ് കംപ്ലീഷൻ ഓഫ് എ ജോബ്? ടൈമിലി ആക്യുറേറ്റ് ആൻഡ് കംപ്ലീഷൻ ഓഫ് എ ജോബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് സ്പീഡ് ബോസ്. തേർഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എ മാനേജർ ഷുഡ് റീപ്ലേസ് ഐ വിത്ത് മീ ഇൻ ഓൾ ഹിസ് കോൺവെർസേഷൻസ് വിത്ത് ദി വർക്കർ ടു ഫോസ്റ്റർ ടീം സ്പിരിറ്റ്. ടീം സ്പിരിറ്റ്, ആ വേർഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആൻസർ എന്താണെന്ന്. ഓപ്ഷൻ 4 എണ്ണം തന്നിട്ടുണ്ട്. എസ്പിരിറ്റ്, ഡീകോപ്സ്, ഇനീഷ്യേറ്റീവ്, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ടീം സ്പിരിറ്റ് അത് ഏതിലാണ് വരുന്നത്? എസ്പിരിറ്റ്, ഡീകോപ്സ്. 4ാമത്, 1 സബോർഡിനേറ്റ് മസ്റ്റ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി 1 സുപ്പീരിയർ അറ്റ് മാനേജ്മെൻറ്റ് ഈസ് റെഫേർഡ് ഹിയർ. 1 സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം ഓർഡേഴ്സ് റിസീവ് ചെയ്യുമെങ്കിൽ അതിനെ ഏത് പ്രിൻസിപ്പിളാണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ തന്നിട്ടുണ്ട്, ഇക്വിറ്റി തന്നിട്ടുണ്ട്, യൂണിറ്റി ഓഫ് കമാൻഡ് തന്നിട്ടുണ്ട്, ഓർഡർ തന്നിട്ടുണ്ട്. ഓർഡർ റിസീവ് ചെയ്യുന്നത് ഒരാളിൽ നിന്ന് മാത്രമാണെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, യൂണിറ്റി ഓഫ് കമാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ഷുഡ് ഫൈൻഡ് ദി ബെസ്റ്റ് വേ ടു പെർഫോം എ ടാസ്ക് വിച്ച് ടെക്നിക് മാനേജ്മെൻറ്റ് ഈസ് റെഫേർഡ് ഹിയർ. ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് വേ കണ്ടെത്തുന്നതിനെ പറയുന്ന ആ ടെക്നിക്കിനെ പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്, മെത്തേഡ് സ്റ്റഡി. 6ാമത്തെ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോൺട്രിബ്യൂഷൻ ബൈ FW ടൈലർ. FW ടൈലറിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്കാലർ ചെയിനാണ് FW ടൈലറിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലാത്തത്. 7ാമത്, ഹൂ ഈസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, FW ടൈലർ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ബൈ ദി സുപ്പീരിയേഴ്സ് ടു ഹിസ് സബോർഡിനേറ്റ്സ്. ഓർഡേഴ്സ് സുപ്പീരിയേഴ്സിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്ക് കൊടുക്കുന്ന റൈറ്റിനെ പറയുന്ന പേരാണ് അതോറിറ്റി. 9th one, ഐഡൻറ്റിഫൈ ദ ഷോർട്ടസ്റ്റ് റൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദി സ്കാലർ ചെയിൻ. ഷോർട്ടസ്റ്റ് റൂട്ട് കമ്മ്യൂണിക്കേഷൻ സ്കാലർ ചെയിനിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഗ്യാങ് പ്ലാങ്. 10ാമത്തെ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഗ്യാങ് പ്ലാങ് ഇൻ എ സ്കാലർ ചെയിൻ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ആരാണ് ഗ്യാങ് പ്ലാങ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെൻറി ഫയോൾ. നെക്സ്റ്റ് 2 മാർക്കിൻ്റെയിലും 3 മാർക്കിലും 4 മാർക്കിലും 5 മാർക്കിലും ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നും വരുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ്. ടെക്സ്റ്റിൽ 3 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ 3 മാർക്കിൻ്റെ ആണെങ്കിൽ 3 എണ്ണം എഴുതണം. 2 മാർക്കിനാണെങ്കിൽ 2 മാർക്കിന് എഴുതിയാൽ മതിയാകും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ചാർട്ട് ഷോയിങ് ദ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ
ഫോർമാൻഷിപ്പ് കാണിക്കുന്ന ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ഫാക്ടറി മാനേജർ, പ്ലാനിങ് ഇൻചാർജും പ്രൊഡക്ഷൻ ഇൻചാർജും സെപ്പറേറ്റ് വരച്ചിട്ട് പ്ലാനിങ് ഇൻചാർജിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രൊഡക്ഷൻ ഇൻചാർജിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതെല്ലാം കൂടുമ്പോൾ വർക്കറായി മാറുന്നത്. അങ്ങനെയായിട്ടാണ് വരയ്ക്കേണ്ടത്. ഇതിൻ്റെ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ നന്നായി വരച്ച് പഠിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റിൽ ഒരു 8 പോയിന്റ് തന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി, ജനറൽ ഗൈഡ് ലൈൻസ്, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, ഫ്ലെക്സിബിൾ, ബിഹേവിയറൽ ഇൻ നേച്ചർ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, കണ്ടിജൻറ്റ്, ഈക്വൽ ഇമ്പോർട്ടൻസ്. മാർക്ക് അനുസരിച്ചിട്ട് എഴുതുക. 4 മാർക്കിനാണെങ്കിൽ 4 പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാകും. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. 4 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലൈസം, ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സണൽ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. 5ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഈ ടെക്നിക്സ് പഠിക്കുമ്പോൾ നന്നായി ഓരോന്നും എടുത്തെടുത്ത് പഠിക്കണം. കാരണം ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അത് സെപ്പറേറ്റ് ചോദിക്കാറുള്ളതാണ്. ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. പിന്നെ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം ഇതും സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി 7 പോയിൻ്റാണുള്ളത്. അതിപ്പോൾ നന്നായി പഠിക്കണം. അതിൽ സെപ്പറേറ്റ് വരുമ്പോൾ എഴുതാനുള്ള രീതിയിലും കൂടി അത് പഠിച്ചു വയ്ക്കണം. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഷുവറായിട്ടും വരുന്ന ഒരു എസ്സേ ആണ് എക്സ്പ്ലെയിൻ എനി 8 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഹെൻറി ഫയോള്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിൽ നിന്ന് ഏതെങ്കിലും 8 എഴുതാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 8 പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയ വീഡിയോ മുൻഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് ആ 8 നന്നായി പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഓണപ്പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ട ഒരു ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ നന്നായി പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.